കുടുംബത്തിലെ ഒരു വ്യക്തി മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ട് മാത്രം വിവാഹമോചിതനായി. മുൻ ഭാര്യയുടെ സ്വർണങ്ങളും മറ്റും ഉപയോഗിച്ച് പല ബിസിനസ്സുകളും ആരംഭിച്ചിരുന്നു. ഈ സ്വർണം തിരിച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പിതാവാണ്. പിതാവിൻ്റെ മരണാനന്തരം മറ്റു മക്കൾ പറയുന്നത്, ആദ്യ ഭാര്യയുടെ സ്വർണം കൊണ്ട് ഞാൻ തുടങ്ങിയ ബിസിനസ് ഉപ്പയുടെ അനന്തര സ്വത്തായി കൂട്ടണമെന്നാണ്. ഇത് ന്യായമാണോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, അകാരണമായി കൊണ്ട് കുടുംബബന്ധം വിച്ഛേദിക്കുന്ന സാഹചര്യം ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ചോദ്യത്തിൽ കാണുന്നത് കുടുംബക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഭാര്യയെ തൊലാക്ക് ചൊല്ലി എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അഥവാ ഒരാളുടെ ഭാര്യയെ തൊലാക്ക് ചെല്ലുവാൻ വേണ്ടി ഒരാളും തന്നെ നിർബന്ധിക്കാൻ പാടില്ല. കാരണം ഒരു മീസാഖൻ ഖലീൽ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ, അഥവാ ശക്തമായ കരാറെന്ന് പറഞ്ഞ വിവാഹമെന്നുള്ളത് വലിയ പവിത്രമായൊരു കാര്യമായിരിക്കെ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് നിർബന്ധിപ്പിച്ച് തൊലാക്ക് ചൊല്ലിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്നതാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഖഹാക്കൾ ചർച്ച ചെയ്ത മുക്രഹ് അഥവാ നിർബന്ധിപ്പിക്കപ്പെട്ട് വിവാഹമോചനം ഒരാൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ വിവാഹമോചനം പോലും ആയി പരിഗണിക്കുകയില്ല എന്ന് കാണാൻ സാധിക്കും. അതാണ് ഇപ്പോൾ ഇതിൽ ചോദ്യത്തിൻ്റെ ഒരു ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അത്തരത്തിലുള്ള വിവാഹമോചനങ്ങളെ ഒരിക്കലും തന്നെ മതം പ്രോത്സാഹിപ്പിക്കുന്നില്ല. രണ്ടു പേർ തമ്മിലുള്ള ബന്ധം അത് അകാരണമായിക്കൊണ്ട് ആരെങ്കിലും അത് നശിപ്പിക്കുവാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൻ്റെ വാസന പോലും ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ താക്കീത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. രണ്ടാമത്തൊരു ഭാഗം, ഒന്നാമത്തെ ഭാര്യ അഥവാ ഈ ഭാര്യയുടെ തൊലാക്ക് ചൊല്ലപ്പെട്ടതായ അഥവാ മുമ്പത്തെ ഭാര്യയുടെ സ്വത്ത് കൊണ്ടായിരുന്നു ബിസിനസ് തുടങ്ങിയത് എന്നാണ് പറയുന്നത്. പിതാവ് സ്വാഭാവികമായിട്ടും അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ സ്വത്ത് മുഴുവനും ആ ഭാര്യയ്ക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ തിരിച്ചു കൊടുക്കുന്നതോടുകൂടി ആ ഭാര്യയുടെ സ്വത്ത് എന്നുള്ള അവസ്ഥയിൽ നിന്ന് അത് മാറിക്കഴിഞ്ഞു. ഇതൊരു അർത്ഥത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടമാണ്. ഈ ഭാര്യയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്ന കടമാണ്. ആ കടം ആര് കൊടുത്തു വീട്ടിയോ അത് അയാളുടേതായി മാറി. പിന്നീട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ സ്വത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്വത്തിന് ആരൊക്കെ അവകാശമുണ്ടോ ആ അവകാശമുള്ള ആളുകൾക്കൊക്കെ ആ സ്വത്ത് ലഭിക്കുമെന്നതാണ്. ഇതൊരിക്കലും തന്നെ തൊലാക്ക് ചൊല്ലപ്പെട്ട ഭാര്യയുടെ സ്വത്ത് കൊണ്ടുണ്ടാക്കിയത് എന്ന് പറയാൻ വകുപ്പില്ല. കാരണം ആ കാശ് മൊത്തം എന്തായിട്ടുണ്ട്, കൊടുത്ത് വീട്ടിയിട്ടുണ്ട് എന്ന് ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ല എങ്കിൽ പിന്നെ ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കടമായി കണ്ട് എത്രയാണോ അന്ന്, എത്ര പവനാണോ അന്ന് തിരിച്ചു കൊടുത്തിട്ടുള്ള ആ പവൻ ഇപ്പോൾ എന്താക്കുക, അനന്തരാവകാശികൾക്ക് ഇദ്ദേഹം തിരിച്ചു കൊടുക്കുക. അതായത് ഇപ്പോൾ കട ആരാണോ നടത്തിക്കൊണ്ടുകൊണ്ട് അദ്ദേഹം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ തിരിച്ചു കൊടുത്ത സ്വത്തിനെ മക്കൾക്കിടയിൽ വീതിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വേണമെങ്കിൽ ഞാൻ ഭാര്യയുടെ സ്വത്ത് കൊണ്ടുണ്ടാക്കിയതാണ് എന്നൊരാൾ പറയുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതൊരു കുടുംബസ്വത്തിൻ്റെ വിഷയത്തിലാണ് ചോദ്യം. പിതാവിൻ്റെ കടയാണെന്നാണ് മനസ്സിലാകേണ്ടത്. അതിലേക്ക് അത് വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തായിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വത്ത് എടുത്തിട്ടുണ്ട് എന്നതാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.